സർ 16ാം നിയമസഭയുടെ ഒന്നാമത്തെ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അപ്പൊ എല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോട് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ MLA-മാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. അങ്ങനെ ഒരു MLA ആയിട്ട് സാക്ഷാൽ പിണറായി വിജയൻ അവിടെ എത്തുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ജി സുധാകരന്റെ മുമ്പിലാണ്. അദ്ദേഹമാണല്ലോ പ്രോ ടൈം സ്പീക്കർ. അപ്പോ ജി സുധാകരനാണെങ്കിൽ പറയുകയും ചെയ്തു, എല്ലാവരെയും പോലെ ഒരു MLA മാത്രമാണ് പിണറായി എന്നുള്ളത്. അവിടെ എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു കാര്യം, അതേ മനോഭാവം ആയിരിക്കില്ല ഒരിക്കലും പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിൻ്റെത്, നേതാവിൻ്റെത്. എങ്ങനെയായിരിക്കും ഈ ഒരു മാറ്റം? സത്യത്തിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതൊരു നിയമസഭയുടെ സത്യപ്രതിജ്ഞയാണ്. ഒരു പ്രോട്ടൈം സ്പീക്കർ വരുന്നു. പ്രോട്ടൈം സ്പീക്കറുടെ മുമ്പിൽ എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോൾ VD സതീശൻ എന്ന പറവൂർ MLA-യുടെ സത്യപ്രതിജ്ഞയാണ്. അവിടെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് വശമൊന്നുമില്ല. മന്ത്രിമാരെല്ലാം അങ്ങനെയാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള 139 MLA-മാരും ഒരേപോലെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവിടെ പ്രോട്ടം സ്പീക്കർക്ക് ഒരു വ്യത്യാസമില്ല. ഇനി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രോട്ടം സ്പീക്കറാണ്. സ്പീക്കറുടെ ഇലക്ഷനാണ് അടുത്ത ഘട്ടം. അപ്പൊ അതുവരെ എല്ലാ MLA-മാർക്കും ഈക്വൽ ചാൻസാണ്, ഈക്വാലിറ്റിയാണ്. നമുക്ക് അല്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ഒരു പവറുള്ള ആളാണ്, പക്ഷെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് പിണറായി വിജയൻ ധർമ്മടത്തെ MLA ആണ്, VD സതീശൻ പറവൂർ MLA എന്നത് പറയുന്നത് പോലെ വേറെ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഈ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം വരുന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചു എന്ന് നമ്മളൊക്കെ കുറെ കാലമായി പറയുന്ന ഒരു വലിയ തെറ്റിന്റെ അന്തിമ രൂപമാണ്. ഉദാഹരണം നോക്കൂ, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. പിണറായി വിജയൻ CPM-ന്റെ ആദ്യത്തെ നേതാവല്ല. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന CPM നേതാവ് AKG ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് AKG ആയിരുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ സമരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം MP ആവും, വേറെ എന്തെങ്കിലുമൊക്കെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നുണ്ട് പാർലമെന്റിൽ. പക്ഷേ അദ്ദേഹം സാധാരണ ഒരു MP ആണ്. അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട്. AKG വരുന്നു എന്ന് കേട്ടാൽ ആളുകൾ ഓടിക്കൂടുകയാണ്. അതിനോടൊപ്പം തന്നെ EMS ഉണ്ടായി. CPM-ന്റെ താത്വിക നിലപാടുകളൊക്കെ പറയുന്നു. ഒരു കാലത്ത് EMS മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി, വീണ്ടും പ്രതിപക്ഷ നേതാവായി ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് മിക്കവാറും പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു MLA, ഒരു മറുപക്ഷത്തുള്ള MLA ആയിരിക്കും പ്രോട്ടോ സ്പീക്കർ. ഇന്നുവരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ EMS അയാളുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്? AKG ആരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു? സഖാവ് നായനാർ പ്രതിപക്ഷ നേതാവായിട്ടും എല്ലാം ഇരുന്നുണ്ട്, MLA ആയിട്ടിരുന്നുണ്ട്. ആരും ചോദിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് EMS-നും AKG-ക്കും നായനാർക്കും ഇല്ലാത്ത ഈ ചോദ്യം എന്തുകൊണ്ട് ഇവിടെ വന്നു? ഇതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സാധാരണ നേതാവായിട്ടല്ല പിണറായി വിജയൻ വരുന്നത്. ഏതാണ്ട് ഒരു രാജാവിന്റെ പദവിയില്ല. അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തിയതാണ്. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ആള്. അദ്ദേഹത്തിനെതിരെ പറയാൻ പാടില്ല. ഇപ്പൊ എല്ലാവരും വന്ന് 14 ജില്ലാ കമ്മിറ്റിയും കിടന്ന് പിണറായി വിജയൻ അത് ചെയ്തു, അവിടെ ശരിയായില്ല, അവിടെ മുമ്പോട്ട് ശരിയായില്ല, ഇവിടെ ശരിയായില്ല, VM ഗോവിന്ദന്റെ ഭാഷ ശരിയായില്ല എന്നൊക്കെ പറയുന്നില്ലേ? അടിയിട്ടുണ്ട് അവർക്ക്. ഈ കഴിഞ്ഞ 10 വർഷം ഇവർ എവിടെയായിരുന്നു? പിണറായി വിജയൻ ഇങ്ങനെ ലാർജർ ദാൻ സൈസ് വെച്ച് ഫ്ലക്സ് വയ്ക്കുന്നു, ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുന്നു. അവസാനം വേറൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തിരുവാതിര കളിക്കുന്നു. ഈ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഭൂഷ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റേ കൊറിയൻ നേതാവ് കിങ് ഇൽ സുങ്ങിനൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും വേറെ ഒരാൾക്കും തിരുവാതിര കളിച്ചിട്ടില്ല. അത് തിരുവാതിര കളിച്ചെന്ന് മാത്രമല്ല, ഒരു പെറ്റി നേതാവ് പോലും ഇത് ശരിയായില്ല സഖാവേ എന്ന് പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ കമ്മ്യൂണിസം പടർത്തിയ കാരണഭൂതൻ, അദ്ദേഹത്തിന് അത് മുഴുവൻ ചീത്തപ്പേരായില്ലേ? അതുപോലെ ഒരു ബസ് യാത്രയുടെ വിവരണം എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ, പിണറായി ഒരു മുഖ്യമന്ത്രിയാണ്, ധർമ്മടത്തെ MLA ആണ്, നാളെ ജയിച്ചാൽ പ്രതിപക്ഷ നേതാവായി ജയിച്ചു വന്നു. ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇവർ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതായത് പിണറായിക്ക് എങ്ങനെയാ സുധാകരന് മുമ്പിൽ പോകാൻ? പിണറായിക്ക് എന്താ ഒരു കൊമ്പുണ്ട്? പിണറായി ഒരു MLA അല്ലേ? ഇതിനു മുമ്പ് അങ്ങനെ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? ഇവിടെ 1977 അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ? പ്രോട്ടോ സ്പീക്കറിന് മുമ്പിൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല പിണറായി, അത് വേണമെങ്കിൽ വാദത്തിന് പറയാം. പക്ഷേ ഇപ്പൊ നാളെ ഇതിന് പകരം ശക്തൻ നാടാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ചോദ്യം വരുമോ?
വരില്ലല്ലോ. അപ്പോൾ ചോദ്യം ജി സുധാകരൻ ഇരിക്കുന്നുകൊണ്ടാണ്. എന്താണ് ജി സുധാകരന്റെ പ്രത്യേകത? ജി സുധാകരൻ CPM-ന്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ നിന്ന ആളാണ്. ജി സുധാകരനും ഗോവിന്ദനും TK ഗോവിന്ദനും അതുപോലെ കുഞ്ഞികൃഷ്ണനും, ഇവർ 3 പേരും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് മാറുന്നത്. അവർ മാറി വേറെ MLA വേറെ പക്ഷത്ത് മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ രീതി നമ്മളൊക്കെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറയുക എന്നുള്ളത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ടാണ്, വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുധാകരൻ പുറത്തു വരുന്നത്. സുധാകരൻ എക്സെപ്ഷൻ കൊടുത്തില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എക്സെപ്ഷൻ കൊടുത്തത് എന്ന ചോദ്യം വളരെ ലളിതമാണ്. ഏതാൾക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യമാണ്. എന്താ സുധാകരൻ മോശപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തിന് ജനപിന്തുണയില്ലേ, അദ്ദേഹം അഴിമതിക്കാരനല്ലല്ലോ. അപ്പൊ അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കി എന്നുള്ള മാതിരിയാണ് ഇപ്പൊ ഏതാണ്ട് വന്നത്. അഴിമതിക്കാർക്കേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫണ്ട് വെട്ടിക്കുന്നവർക്കേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റൂ. അപ്പൊ അത് ആ ഒരു പ്രശ്നം വന്നോടുകൂടി ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിയായി. മാത്രമല്ല, പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഉടനെ അവനെ കുലം കുത്തി, ചെറ്റ, അല്ലെങ്കിൽ ഗോത്രം എന്താ പറയുക പുറന്തള്ളിയവൻ, വർഗവൈരവഞ്ചകൻ, പരനാറി വരെയുള്ള എല്ലാ കാര്യവും പറയുക. അങ്ങനെ പറയുമ്പോൾ ഇത് കേവലമായൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയവരെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അൽഫോൺസ് കണ്ണന്താനം MLA ആയിരിക്കുമ്പോഴാണ്, ഇടതുപക്ഷ MLA ആയിരിക്കുമ്പോഴാണ് പോയത്. ഇവരിപ്പോഴും ചീത്ത പറയുന്നത് UDF-യിലേക്ക് പോയവരെയാണ്. S രാജേന്ദ്രനെ കുറിച്ച് ഇവർക്ക് ഒരു പരാതിയില്ലല്ലോ. BJP-യിലേക്ക് പോയപ്പോൾ മുകുന്ദനെ കുറിച്ച് പരാതിയില്ലല്ലോ, അജിത്തിനെ കുറിച്ച് പരാതി. അവരൊക്കെ BJP-യിലേക്ക് നേരെ പോയി മത്സരിച്ചവരാ. സിറ്റിംഗ് MLA BJP-യിൽ പോയി മത്സരിച്ചു നാട്ടികയിൽ. അപ്പോ ഇതാണ് ഇതിന്റെ പ്രതിസന്ധി. ഈ പ്രതിസന്ധി എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാത്ത തരത്തിൽ ഒരു വ്യക്തിയെ വളർത്തി വാനോളം വളർത്തി അയാളുടെ കീഴിൽ ഉപജാപക സംഘങ്ങൾ ഉണ്ടാക്കി, അയാൾക്ക് വാഴ്ത്തുപാട്ട് നടത്തി, അയാൾക്ക് വേണ്ടി തിരുവാതിര കളി എഴുതി, അയാൾക്ക് വേണ്ടി കവിത എഴുതി, ഏതാണ്ട് ഒരു രാജാവിന്റെ പദവിയിലെത്തി. രാജാവാക്കിയാൽ ബാക്കിയൊക്കെ പിന്നെ പ്രജകളാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രജകളാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ചോദിക്കേണ്ടി വന്നത്, ഞങ്ങൾ ഇത്രയൊക്കെ തന്നില്ലേ, നക്കി തന്നിട്ട് എന്താ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ? അത് ഇത് പ്രജയല്ല, ഇവിടെ പൗരനാണ്. ഈ പ്രജയും പൗരനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും അവർ മനസ്സിലാക്കുക. ജനാധിപത്യത്തിൽ പ്രജയില്ലടോ, പൗരനുള്ളത്. പൗരസ്വാതന്ത്ര്യമുണ്ട്, അഭിമാനമുണ്ട്, ആത്മാഭിമാനമുണ്ട് പൗരന്. പ്രജയ്ക്ക് അതില്ല. രാജാവിനെ തൊഴുത് എന്താ കിട്ടി, പൊന്നു തമ്പുരാൻ തരുന്നത് വാങ്ങി സന്തോഷിക്കുക. ഇവിടെ പൊന്നു തമ്പുരാൻ തരുന്നത് വാങ്ങി സന്തോഷിക്കാനല്ല. അതിപ്പോ നാളെ സതീശനും ബാധകമാണ്. ഞാൻ ഇന്നെ കാര്യം ചെയ്തു അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൊന്നുമില്ല. ഇയാളൊന്നും സ്വന്തം കയ്യിൽ നിന്നെടുത്തല്ല ചെയ്യണത്. ഇത് ചെയ്യുന്നത് നാട്ടുകാരുടെ മണ്ണ് കൊടുത്തിട്ടാണ്, അല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടല്ല, സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തിട്ടുമല്ല. അപ്പൊ ഇത് ഒരു മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഇത് കേവലം പിണറായിയുടെ ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിലെ പ്രശ്നം. ഈ പ്രശ്നം ഇവരെങ്ങനെ മറികടക്കും? ആദ്യം മറികടക്കണമെങ്കിൽ പിണറായി ഒരു സാധാരണ മനുഷ്യനാണ്. പിണറായി ഒരു MLA ആണ്. എല്ലാവരും പോയി സത്യപ്രതിജ്ഞയാണ്. ഒരു സുധാകരൻ എടുത്ത് പോയി ഞാൻ പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയുടെ എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞയാണ്. സതീശൻ ചെയ്യുന്ന പോലെ, മറ്റേ ബാലഗോപാലൻ ചെയ്യുന്ന പോലെ എന്നൊരു ചെയ്യണ്ടേ? അത് ചെയ്യാൻ തയ്യാറായാൽ സാധാരണ പൗരനാണ് ഞാൻ എന്ന് പിണറായിക്ക് തന്നെ തോന്നണം, പാർട്ടിക്കാർക്കും തോന്നണം. പിണറായി വിമർശിക്കുന്ന എന്തോ കുഴപ്പമാണ്, അല്ലെങ്കിൽ പിണറായി വിമർശകരൊക്കെ കുലംകുത്തികളാണ് എന്ന് പറയുക മാത്രമല്ല, ഇപ്പൊ TB ചന്ദ്രശേഖരനെ പോലുള്ളവരെ കൊല്ലുവരെ ചെയ്തു. ഇത് മാറണമെങ്കിൽ ഒന്നുകിൽ കേവലം പിണറായി ഒരു രാത്രി കൊണ്ട് മാറുമെന്നുള്ളതല്ല, പാർട്ടി മാറണം. ഈ ചിന്താഗതി മാറിയാൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല.